ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുടിശ്ശിക ക്ഷേമ പെൻഷൻ നിലവിൽ 3 ഗഡു 4800 രൂപ വീതം ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കാനുണ്ട്. 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരുന്ന മാസങ്ങളിൽ ഓരോ ഗഡുക്കൾ വെച്ച് കൃത്യമായി വിതരണം ചെയ്യും. തനത് തുകയും കുടിശ്ശികയും ഒരുമിച്ച് നൽകുമ്പോൾ 3200 രൂപ വീതം ഓരോ ഗുണഭോക്താക്കൾക്കും എത്തിച്ചേരും. തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ അതിനു മുൻപ് എല്ലാവർക്കും ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും. പെൻഷൻ വാങ്ങുന്നവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം, മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട തീയതികൾ സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമുണ്ടാവും. മറ്റൊരറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ ലഭിക്കുന്നവർ KYC ചെയ്തിട്ടുണ്ടെങ്കിലും ചിലർക്ക് KYC എന്ന രീതിയിൽ ഒരു പുനർവേരിഫിക്കേഷൻ എന്ന രീതിയിൽ സന്ദേശങ്ങൾ എത്തിച്ചേരാറുണ്ട്. ഇത്തരത്തിൽ സ്റ്റാറ്റസ് കാണിക്കുന്നവർ വീണ്ടും KYC ചെയ്ത് അക്കൗണ്ട് പുതുക്കിയെടുക്കുക. ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുക. കോമൺ സർവീസ് സെന്ററുകളിൽ ഇത് ചെയ്യാനുള്ള സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട്. മറ്റൊരറിയിപ്പ്, ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്തുന്നതിൽ KSEB നൽകിയ ശുപാർശയിൽ സർക്കാർ ഉടൻ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി. അല്ലാത്തപക്ഷം ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജൂൺ 3 കോടതിയിൽ നേരിട്ട് ഹാജരാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. കേരള പവർ ബോർഡ് ഫെഡറേഷനും വൈദ്യുതി ബോർഡിലെ ഒരു കൂട്ടം ജീവനക്കാരും നൽകിയ ഹർജിയിലാണ് നിർദ്ദേശം. മറ്റൊരറിയിപ്പ്, കേന്ദ്ര സർക്കാരിന്റെ പുതിയ പെൻഷൻ പദ്ധതിയായ ഏകീകൃത പെൻഷൻ സ്കീം ഏപ്രിൽ മാസം മുതൽ പ്രാബല്യത്തിലായിരിക്കുകയാണ്. ഇതോടെ നിലവിലെ നാഷണൽ പെൻഷൻ സിസ്റ്റം പരിഷ്കരിച്ച് നടപ്പാക്കുന്ന UPS-ൽ മാസം നിശ്ചിത തുക പെൻഷൻ ഉറപ്പാക്കാൻ അവസരമുണ്ട്. 2004 ജനുവരി 1 മുതൽ കേന്ദ്ര സർവീസിൽ പ്രവേശിച്ചവർക്ക് UPS-ൽ ചേരുകയോ NPS-ൽ തുടരുകയോ ചെയ്യാം. പക്ഷേ ഒരു തവണ UPS-ലേക്ക് മാറിയാൽ തിരിച്ചു പോകാനാവില്ല. ജീവനക്കാരുടെ പങ്കാളിത്തമില്ലാത്ത പഴയ പെൻഷൻ രീതി ഇനി പ്രായോഗികമല്ലെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പിച്ചു പറയുന്നു. അതേസമയം നിശ്ചിത പെൻഷൻ ഉൾപ്പെടെ അതിലെ നല്ല വശങ്ങൾ UPS-ൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നും അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.